ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബീഫാണ് ഇന്നുണ്ടാക്കുന്നത്. അതിനായിട്ട് 1/2 കിലോ ബീഫാണ്. കറിക്കട്ടിൻ്റെ പീസിന് ഒന്നുകൂടി ഞാൻ കട്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഇതുപോലെ കഷ്ണാക്കിയിട്ടുള്ളത് കഴുകി ഞാൻ ഒരു 20 മിനിറ്റോളം വാലാൻ വെച്ചിട്ടുള്ളതാണ്. ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് കഴുകി വാരി എടുത്ത ബീഫാണെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അതിൽ വെള്ളം തന്നെ ഉണ്ടാവും. ഒത്തിരി നേരമൊക്കെ ട്രെയിൻ ചെയ്ത് വെച്ചതാണെങ്കിൽ നമ്മൾ ഒരു കാൽ കപ്പൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 വലിയ വെളുത്തുള്ളി ക്രഷ് ചെയ്തതും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉള്ള മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി 2 എരിവുള്ള മുളക് പൊടിയും കൂടി കേട്ടോ. 1/4 സ്പൂണും വീതം കേട്ടോ. നമ്മുടെ ഇവിടെ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടുപ്പ് വെച്ച് ഒന്ന് ക്ലോസ് ആക്കി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരാണ്ട് ഒരു 4 വിസിലൊക്കെ വരേണ്ടി വരും കേട്ടോ. നിങ്ങളുടെ കുക്കറിൻ്റെ അനുസരിച്ച് നോക്കുക. എനിക്ക് 4 വിസിലോട് കൂടി ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കർ ഗ്യാസിൽ നിന്ന് മാറ്റുവാണേ. വേറൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് ഈ പറഞ്ഞ പോലെ ഒരു 5-6 വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തത് വെളുത്തുള്ളിയാണ്. കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില, എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില. നല്ല വെളുത്തുള്ളിയും കറിവേപ്പിലയും കിടന്ന് വെളിച്ചെണ്ണ കിടന്ന് മൂക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട്. നല്ലൊരു കൂടെ തന്നെ ഒരു വലിയ സവാള ഞാൻ കുനുകുനാന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നതാണ്. ഒന്ന് ഇതിനെ മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് വാടി വരട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. നമുക്കതിനൊരു ചെറിയൊരു തിക്കും ഒരു ഗ്രേവിയൊക്കെ കിട്ടാനായിട്ടാണ്. ഒരു കളറും കിട്ടും കേട്ടോ. നല്ല റെഡ് കളറുള്ള നല്ല കാശ്മീരിയാണ് കേട്ടോ. അതൊക്കെ കണ്ടില്ലേ, നല്ലൊരു കളറാണ്. ആ കളറിനൊക്കെ വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ നമ്മൾ ഇടിച്ച മുളകില്ലേ, അതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ഒരു മൂത്ത മണമൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, പെരിഞ്ജീരകവും ഗരം മസാലയും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ. രണ്ടും കൂടി 1.5 ടീസ്പൂൺ വരും, അതൊന്ന് ചേർത്ത് കൊടുക്കുക. പെരിഞ്ജീരകമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൂത്ത് നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മളുടെ മസാലയൊക്കെ വന്ന് മൂത്ത് നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫില്ലേ, ആ ഗ്രേവിയോടുള്ള ബീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നില്ലേ, അടിപൊളിയാണ് കേട്ടോ. നിങ്ങളൊന്നും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഇടിച്ച മുളക് ഇട്ടിട്ടൊക്കെ പല രീതിയിലുണ്ടാക്കാറുണ്ട്. ഇത് പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കുക്കറിൽ അവിടെ വേകുമ്പോഴത്തേനും ഈ മസാല നമുക്ക് ഇപ്പുറം അടുപ്പിലുണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്നായിക്കിട്ട് ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിലും പെട്ടെന്ന് നമുക്ക് പേസ്റ്റ് എന്ന് പറയാൻ അത് നിങ്ങൾ ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാരില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും നിങ്ങളുടെ അടുത്തുള്ള ഫ്രണ്ട്സിനൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും ഞാനിതിനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തീ സിമ്മിലാക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഈ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്കിത് വേണമെങ്കിൽ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം, ഒന്ന് തിളച്ച വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സെമി ഗ്രേവി ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇടിയപ്പോ വെള്ളയപ്പോ ഒക്കെ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ടേസ്റ്റാണ്. ഇനി ഇല്ല, ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പറഞ്ഞ ഇതേ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2-3 പ്രാവശ്യം ഇതിനെ 2-3 ടൈംസായിട്ട് നിങ്ങളിതിനെ ചൂടാക്കി കൊടുക്കുമ്പോഴല്ലോ
ഇത് സെപ്പറേറ്റ് ആയിരിക്കും. സാധാരണ ഉള്ളി മുളക് ഒടിച്ചിട്ട് ആ ഒരു രീതിയിലും വരും. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് സെമി ഗ്രേവി പോലെ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടിയപ്പത്തിന് വെള്ളം. അതാണ് ഞാൻ പറഞ്ഞത്, 2-3 രീതിയിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഞാൻ കുറച്ച് ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഞാനൊരു മോര് കാച്ച് ഒരു റെസിപ്പി കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് പെരുന്നാളിന് കഴിക്കാനുള്ളതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതാ എൻ്റെ ആ പരുവത്തിലെത്തിയിട്ട് ഇതുപോലെ ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങളുണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് രീതിയാണോ ആ ഒരു രീതിയിൽ നിങ്ങളുണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ഇടണം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി കാണുന്നത് വരെ അടുത്ത റെസിപ്പിയുമായിട്ട് മാസലാമ.